ഇന്നത്തെ ജ്ഞാനവചനം സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 5-ാം വാക്യം. കുറ്റക്കാരനെ അനുകൂലിക്കുന്നതും നിരപരാധിയുടെ നീതി നിഷേധിക്കുന്നതും ശരിയല്ല. ഈ വചനം നീതിയുടെയും സത്യത്തിന്റെയും നിഷ്പക്ഷതയുടെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തെറ്റു ചെയ്യുന്നവരെ അനുകൂലിക്കുകയോ നിരപരാധികളോട് അനീതി കാണിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന്റെ നീതിക്കുള്ള വഴികൾക്ക് വിരുദ്ധമാണ്. യഥാർത്ഥ ജ്ഞാനം നമ്മെ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരോടും സമത്വത്തോടെയും നീതിയോടെയും പെരുമാറാൻ വിളിക്കുന്നു. നാം നീതിയും സത്യവും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രാർത്ഥന. കർത്താവേ, സത്യത്തിലും നീതിയിലും നിഷ്പക്ഷതയിലും നടക്കുവാൻ എന്നെ സഹായിക്കണമേ. പക്ഷപാതത്തിലും അനീതിയിലും നിന്ന് എന്നെ അകറ്റണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും നീതിക്കുവേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ. എന്റെ ജീവിതം നിന്റെ നീതിയെയും കരുണയെയും സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കട്ടെ. ആമേൻ.